പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളെ, ഇതിൻ്റെ സഹപ്രവർത്തകരെ, എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങളെ മുന്നമേ അറിയിക്കട്ടെ. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്ന വചന കേൾവിയുടെ തുടർച്ചയായിട്ടുള്ള ഭാഗം നമ്മളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടത് തോബിത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ്. അദ്ദേഹം നന്മ ചെയ്ത് ജീവിച്ചവൻ, മക്കളെ സന്മാർഗം പഠിപ്പിച്ച് നയിച്ചവൻ, ദൈവത്തിനെതിരെയുള്ള രാജ്യത്തിൻ്റെ നിയമങ്ങളെപ്പോലും ഭയപ്പെടാതെ നന്മ ചെയ്തിരുന്നവൻ, എല്ലാവരാലും പരിഹസിക്കപ്പെട്ടവൻ, ആക്ഷേപിക്കപ്പെട്ടവൻ, ദൈവത്തിൻ്റെ തണലിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് ജീവിച്ചവന് വന്നിരിക്കുന്ന കഷ്ടതയാണ് നമ്മൾ കേട്ടത്. കഷ്ടതകളെക്കുറിച്ചാണ് ചിന്തിച്ചത്. നമുക്ക് പ്രാർത്ഥിക്കാം, പ്രാർത്ഥനയോടെ ഇരിക്കാം. ദൈവമേ, ഭാരങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും ഞങ്ങൾക്ക് നേരിടുന്ന സമയങ്ങളിൽ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ഈ ദൈവവചനങ്ങൾ സ്വീകരിക്കുവാനും ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കത്തക്കവണ്ണമുള്ള പ്രവർത്തനമുണ്ടാകുവാനും അനേകരിലേക്ക് ഇത് പകർന്നു കൊടുക്കുവാനും അനേകരുടെ ജീവിതത്തിൻ്റെ ഏകാന്തതയിലും ശൂന്യതയിലും ദാരിദ്ര്യത്തിലും നിരാശയുടെ പടുകുഴിയിലൊക്കെ ഈ വചനം ഇറങ്ങിച്ചെന്ന് ശക്തിയായി ബലമായി പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റുവാനുള്ള, പിടിച്ചുയർത്തുവാനുള്ള ആയുധമായി ഈ വചനത്തെ സ്വീകരിക്കുവാൻ എല്ലാ മക്കൾക്കും കൃപ നൽകണമേ. വചനം പങ്കുവെക്കുന്ന ബലഹീനായ എനിക്ക് ശക്തി നൽകണമേ, ബലം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അറിവ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധീകരിക്കണമേ, രക്തത്തിൻ്റെ സംരക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കട്ടുത്തരം തരുമാറാകണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മൾ കേട്ടുകൊണ്ടിരുന്ന വചനം തോബിതിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. തോബിതിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു. ആ കുടുംബം ദാരിദ്ര്യത്തിൽ പെട്ടുകഴിഞ്ഞപ്പോൾ മകനെ അപ്പനൊത്തിരി ഉപദേശിക്കുന്നുണ്ട്. ദൈവത്തോട് ചേർന്ന് നിൽക്കണം, നിനക്ക് അഹിതമായതൊന്നും അവരോടും ചെയ്യരുത്, മദ്യപിക്കരുത്, ഉന്മത്ത ശീലമാക്കരുത്, വിശക്കുന്നവരായി നിൻ്റെ അപ്പം പങ്കിടുക, നഗ്നനുമായ നിൻ്റെ വസ്ത്രവും മിച്ചമുള്ളത് ദാനം ചെയ്യുക, ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുതെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒത്തിരി നന്മകളുടെ ഉപദേശമാണ് 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അതിൻ്റെ അവസാന ഭാഗം, 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം 20-ാമത്തെ വാക്യം തുടങ്ങി നമുക്ക് വായിച്ചാൽ, അപ്പൻ്റെ ദാരിദ്ര്യത്തിൽ മകൻ എങ്ങനെ സമ്പന്നനായി ജീവിക്കാൻ സാധിക്കുമെന്നുള്ള വക പറഞ്ഞു കൊടുക്കുകയാണ്, വഴി പറഞ്ഞു കൊടുക്കുകയാണ്. മേദിയായിലെ റാഗേസിൽ ഗബ്രിയാസിൻ്റെ പുത്രൻ ഗബായേലിൻ്റെ പക്കൽ ഞാൻ 10 താലന്ത് വെള്ളി ഏൽപ്പിച്ച കാര്യം പറയട്ടെ. മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. എല്ലാ നന്മകളാലും നീ ഐശ്വര്യപ്പെടുമെന്ന് അപ്പൻ പറയുകയാണ്. ദരിദ്രനായി തീർന്നതിൽ ആദി വേണ്ട എന്ന ഒരു ബലം വചനത്തിൽ നിന്ന് കിട്ടുകയാണ്. അപ്പൻ മകനെ കൊടുക്കുകയാണ്. 5-ാം അധ്യായം തുടങ്ങുന്നതിനാണ്, തോബിയാസ് പ്രതിവചിച്ചു, പിതാവേ, നീ കൽപ്പിച്ചതെല്ലാം ഞാൻ ചെയ്യാം. 10 താലന്ത് ഏൽപ്പിച്ച ഗബായലിൻ്റെ പക്കൽ പോയി നീ അത് വാങ്ങിക്കൊണ്ട് വരണമെന്ന് പറയുകയാണ്. അവനെ ഞാൻ അറിയുന്നില്ല,
അറിയാത്ത സ്ഥിതിക്ക് എങ്ങനെയാ പണം കിട്ടുമെന്ന് മകനായ തോബിത് അപ്പനായ തോബിത്തിനോട് ചോദിക്കുകയാണ്. അപ്പൻ പറയുകയാണ്, തോബിയാസിനോട് പറയുകയാണ്, നീ ചന്തസ്ഥലത്ത് പോയി നിന്റെ കൂടെ പോരാൻ ഒരാളെ, ഉത്തമനായ ഒരാളെ കണ്ടുപിടിക്കുക, അവൻ നിന്റെ കൂടെ പോന്ന് നിന്നെ വഴി കാണിച്ചു തരുമെന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം ഉണ്ടാവുകയാണ്. റഫായേൽ എന്ന് പറയുന്ന മാലാഖ തന്നെയാണ് ഈ തോബിയാസിൻ്റെ കൂടെ വഴിയാത്രയ്ക്കായിട്ട് പോരുന്നത്. തോബിയാസിന് മനസ്സിലാകുന്നില്ല, ഒരു കൂലിക്കാരനെ പോലെ തന്നെ കൂടെ പോരുകയാണ്, എന്നാൽ ദൈവത്തിൻ്റെ മാലാഖയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയമുള്ളവരെ, അങ്ങനെ അവരാ യാത്ര തുടരുമ്പോൾ ഈ തോബിതിൻ്റെ ബന്ധക്കാരനായ വേറൊരു മനുഷ്യൻ ഇവരുടെ യാത്രാമധ്യേ താമസിക്കുന്ന ഒരു വീടുണ്ട്. ആ വീട്ടിൽ കയറാമെന്ന് ഈ മാലാഖ തോബിതിനോട് പറയുകയാണ്. അങ്ങനെ ആ വീട്ടിൽ ചെല്ലുമ്പോഴുണ്ടാകുന്ന ഒരു സങ്കടാവസ്ഥ പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഭാഗം തിരഞ്ഞെടുത്തത്. ആ വീട്ടിലും വലിയൊരു സങ്കടാവസ്ഥയുണ്ട്. എന്താണ് സങ്കടാവസ്ഥ എന്ന് ചോദിച്ചാൽ, അതാണ് ഞാൻ ആദ്യം നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ വായിച്ച് കേൾപ്പിച്ചൊരു വചനം. അപ്പോൾ തോബിയാസ് ദൂതനോട് പറഞ്ഞു, സഹോദരൻ അസറിയാസ്, ആ പെൺകുട്ടി 7 പേരെ വിവാഹം ചെയ്തതാണെന്നും അവർ ഓരോരുത്തരും മണവറയിൽ വെച്ച് മരിച്ചെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനാണെങ്കിൽ എൻ്റെ പിതാവിൻ്റെ ഏകമകനാണ്. മണവറയിൽ പ്രവേശിച്ചാൽ ഞാനും എൻ്റെ മുൻഗാമികളെ പോലെ മരിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരു പിശാച് അവളിൽ അനുരക്തനാണ്. അവളെ സമീപിക്കുന്നവരെ മാത്രമേ അത് ഉപദ്രവിക്കാറുള്ളൂ. ഒരു പിശാച് ഈ പെൺകുട്ടിയുടെ ജീവിതത്തെ ആഗ്രഹിച്ച് അവളിൽ അനുരക്തനായി തീർന്ന് അവളെ വിവാഹം ചെയ്യുന്ന ആരെയും കൊന്നുകളയുന്ന അനുഭവമാണ്. പ്രിയമുള്ളവരെ, മാലാഖ തോബിയാസിനോട് പറയാണ്, ആ സ്ത്രീയെ നീ വിവാഹം കഴിക്കണം, അവളെ മാത്രമേ നിനക്ക് വിവാഹം കഴിക്കാനുള്ള അവകാശവും അധികാരവുമുള്ളൂ, പിശാചിനെ നീ പേടിക്കണ്ട എന്ന് പറയുകയാണ്. ഇവരുടെ യാത്രയിൽ പിശാച് ഇവരെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചു, ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചു. നദിയിലിറങ്ങി വെള്ളമെടുത്ത് മുഖം കഴിയപ്പോൾ ഒരു വലിയ മത്സ്യം ഇവരുടെ മുകളിലേക്ക് ഉയർന്നു ചാടി. അപ്പോൾ ദൂതൻ പറഞ്ഞു, ഈ മത്സ്യത്തെ പിടിക്കാനും അതിൻ്റെ ചങ്കും കരലെടുക്കാൻ പറഞ്ഞു. ചങ്കും കരലും എടുത്തു കഴിഞ്ഞിട്ട് ഈ വീട്ടിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ അത് പുകയ്ക്കണമെന്നും ഈ പുകയടിക്കുമ്പോൾ പിശാച് ഓടിപ്പോകുമെന്നും ഈ ദൂതൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ എന്തെല്ലാം അനർത്ഥങ്ങളുണ്ടായാലും എന്തെല്ലാം പ്രയാസങ്ങളുണ്ടായാലും ദൈവം നമ്മുടെ കൂടെയുണ്ട്, ദൈവം നമ്മുടെ അടുത്താണ്, ദൈവം നമ്മളുടെ കൂടെ നടക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ വായിക്കുന്ന വചനങ്ങളെല്ലാം. ഒരു വീട്ടിലെ ആ സ്ഥിതി ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനിരിക്കുന്നു. അവളെ വിവാഹം കഴിച്ച 7 പേര്, 1 കല്യാണം, 2 കല്യാണം, 3 കല്യാണം, 4 കല്യാണം, 5 കല്യാണം, 6 കല്യാണം, 7 കല്യാണം. നമ്മുടെയൊക്കെ നാട്ടിൽ ഇന്നത്തെ കണക്ക് ഒരു സെക്കൻഡ് മാരേജ് എന്ന് പറഞ്ഞാൽ പോലും വലിയ ഒരു സങ്കടമുളവാക്കുന്ന കാര്യമാണ് മാതാപിതാക്കന്മാർക്കെങ്കിൽ. മക്കളുടെ കല്യാണം കഴിഞ്ഞത് ശുഭമായില്ല എന്നൊരനുഭവം ഉണ്ടായാൽ തന്നെ, അതേ മക്കളുടെ കല്യാണം കഴിഞ്ഞു, ജീവിത പങ്കാളി നന്ന ചെറുപ്പത്തിൽ തന്നെ ജീവിതം ആസ്വദിക്കുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ എത്രമാത്രം നമ്മളൊക്കെ ദൈവസന്നിധിയിൽ സങ്കടപ്പെട്ടും ദൈവത്തോട് അകന്നും ജീവിക്കുന്നവരാണെന്ന് തിരിച്ചറിയണം. ഞാനൊരിക്കലൊരു പെൺകുട്ടിയെ മായി സംസാരിച്ചപ്പോൾ അവൾ വർഷങ്ങളായി അവളുടെ വിശ്വാസമെല്ലാം നഷ്ടപ്പെട്ട് അവൾ പള്ളിയിൽ തന്നെ പോകാതെയായിട്ട് ഞങ്ങൾ നടത്തുന്ന ധ്യാനത്തിൽ പങ്കെടുത്താണ്. അവളുടെ അമ്മയാണ് എന്നോട് പറഞ്ഞത്, അവൾക്ക് ഒത്തിരി സങ്കടമാണ്, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത്രയും നാൾ പള്ളി പോകാതിരുന്നപ്പോൾ അവൾ പറഞ്ഞു, വിവാഹം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു യാത്ര പുറപ്പെട്ടു. മംഗലാപുരത്തേക്ക്
കണ്ണൂർ ജില്ലയിൽ നിന്ന് മംഗലാപുരത്തേക്ക് സ്വന്തം വാഹനത്തിൽ ഒരു ജീപ്പിൽ യാത്ര പോവുകയാണ്. വലിയ സന്തോഷത്തിലാണ് പോകുന്നത്. കണ്ണൂർ ജില്ലയിലുള്ള കുടിയേറ്റ മകളുടെ പെങ്കൊച്ചാണ്. ആ പോകുന്ന വഴി വാഹനാപകടത്തിൽ ഭർത്താവ് മരിച്ചു. ഈ പെൺകുട്ടി അധികം പരിക്കില്ലാതെ രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇവൾ ആ അപകടത്തിൽ നിന്ന് മനസ്സിലാക്കി ദൈവമാണ് അവളുടെ ഭർത്താവിനെ തട്ടിയെടുത്തത്, അവളുടെ സന്തോഷത്തിൻ്റെ തിരികെടുത്തിയത് ദൈവമാണെന്ന് അവൾ ചിന്തിച്ചുകൊണ്ട് അവൾ ദൈവസന്നിധിയിൽ നിന്നാകുന്നു, ദൈവത്തിൽ നിന്ന് അകന്നു. അങ്ങനെ പല ആളുകളുടെയും അനുഭവം എൻ്റെ ജീവിതത്തിൽ ഞാൻ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തോട് ചോദിക്കുകയും ദൈവം തരുന്ന ഉത്തരം അവരോട് പറഞ്ഞു കൊടുക്കുകയും അവർ ഒരുപാട് വിശ്വാസ ജീവിതത്തിലേക്ക് പിന്നീട് വരുവാനൊക്കെ ഇടയാക്കിയ അനുഭവങ്ങളുണ്ടായിട്ട് ഈ ധ്യാനവുമായിട്ട് ബന്ധപ്പെട്ട് കൗൺസിലിങ്ങൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രിയമുള്ളവരെ. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, ഈ കുടുംബത്തിൽ ഒരു പിശാച് ഉപദ്രവമുണ്ടായി. സ്വന്തം മകളെ വിവാഹം കഴിച്ച 7 പേര് യഹൂദ നിയമപ്രകാരം വിവാഹം അങ്ങനെ കഴിക്കുന്നത് ഒത്തിരി അവരെ തളർത്തുന്നില്ലെങ്കിലും നിയമപ്രകാരം അതൊരു നാണക്കേടല്ലെങ്കിലും ഒരു ഭാവി ജീവിതം ശുഭപ്പെടുന്നില്ലല്ലോ, ഒരു ഭാവി ജീവിതം ഗുണകരമാകുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ഈ മാതാപിതാക്കന്മാർ ശപിക്കപ്പെട്ടവരുടെ ഗണത്തിലേക്ക് നീങ്ങുകയാണ്. ഈ മാതാപിതാക്കന്മാർ ദൈവാനുഗ്രഹമില്ലാത്ത ആളുകളായി ചിത്രീകരിക്കപ്പെടുകയും സമൂഹത്താലും പ്രത്യേകിച്ച് സ്വന്തം ജാതികളാൽ ഒറ്റപ്പെടുകയും ചെയ്യാണ്. അങ്ങനെ അനുഭവമുള്ളവർക്ക് അത് ചിന്തിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അങ്ങനെ അനുഭവമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനം ശ്രദ്ധാപൂർവം കേൾക്കുക. ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ട്. ആരെല്ലാം നിങ്ങളെ ഉപേക്ഷിച്ചാലും, ആരെല്ലാം നിങ്ങളെ തള്ളിപ്പറഞ്ഞാലും, ആരെല്ലാം നിങ്ങളെ അവഗണിച്ചാലും, എത്ര വലിയ കൊടൂര ദുഷ്ടപിശാചിനാൽ നിങ്ങൾ ഉപദ്രവിക്കപ്പെട്ടാലും നിങ്ങളുടെ ദൈവമുണ്ട്. ദൈവം അനുവദിക്കുന്നിടത്തോളം കാലമല്ലാതെ നിങ്ങളെ പരീക്ഷിക്കുവാൻ ഒരു പിശാചിനും സാധ്യമല്ല. ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റുന്ന ഒരു ദിവസമുണ്ട്, ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസം നമ്മുടെ മുമ്പിലുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് സ്വന്തക്കാരാലും ബന്ധക്കാരാലും അവഗണിക്കപ്പെടുന്നവരും ആക്ഷേപിക്കപ്പെടുന്നവരൊക്കെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ഒരിക്കലും ദൈവമില്ലാത്തിടത്ത് ചെന്ന് ദൈവത്തിനെതിരെ പാപം ചെയ്യാൻ ഇടയാകാതെ സൂക്ഷിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടതുപോലെ പലപ്പോഴും കാരണമൊക്കെ അന്വേഷിച്ച് സത്യദൈവ ആരാധനയിൽ നിന്നൊക്കെ അകന്നു പോകുന്ന ആളുകളുണ്ടല്ലോ, അങ്ങോട്ടൊന്നും പോകാതിരിക്കുക. ഇവിടെ ദൈവം പ്രിയമുള്ളവരെ തോബിയാസിൻ്റെ കൂടെ പോകുന്ന ഈ ദൂതൻ വഴി വലിയ അത്ഭുതമാണ് അവരുടെ കുടുംബത്തിൽ പ്രവർത്തിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരപ്പൻ മകനെ പറഞ്ഞുവിടുന്നത് കുടുംബത്തിലെ ദാരിദ്ര്യം മാറാൻ മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തിരിക്കുന്ന സമ്പാദ്യം തിരിച്ചു വാങ്ങി കൊണ്ടുവരാനാണ് പറയുന്നതെങ്കിൽ പോലും ദൈവത്തിൻ്റെ പ്രവൃത്തി ഇങ്ങനെയൊരു വഴിയിലൂടെ തിരിച്ചുവിടുകയാണ്. പിശാച് അനുരക്തനായിരിക്കുന്ന ഒരു പ്രിയ മകളിൽ അവളെ രക്ഷിക്കുക, അവളെ വിവാഹം കഴിക്കുക എന്ന ആ ഒരു വലിയ ദൗത്യവും കൂടി ദൂതൻ തോബിയാസിനെ ഏൽപ്പിക്കുകയാണ്. റഘുവേലിൻ്റെ ഭവനത്തിൽ ഇവർ കയറുകയാണ്. തോബിത്തിൻ്റെ മകനാണ് തോബിയാസ് എന്നറിയുമ്പോൾ വലിയ സ്നേഹത്തോടെ, വലിയ ആദരവോടെ, ബഹുമാനത്തോടുകൂടെ ഇവരെ സ്വീകരിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ പ്രിയമുള്ളവരെ, അവർ എക്ബത്താനായിൽ റഘുവേലിൻ്റെ ഭവനത്തിലെത്തി. വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. അന്ന് രാത്രി തന്നെ, ആ ദിവസം തന്നെ കല്യാണം നടന്നു. അന്ന് രാത്രി തന്നെ അവരുടെ ആദ്യ രാത്രിയാണ്. ആ ആദ്യ രാത്രിയിൽ ഈ മാലാഖ പറഞ്ഞതനുസരിച്ച്
അവർ വിവാഹരാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം അവരുടെ മുറിയിൽ കടന്ന് ധൂപകലശത്തിലെ തീക്കനലിൽ മത്സ്യത്തിൻ്റെ ചങ്കും കരളും ഇട്ടു പുകച്ചു. മണമേറ്റപ്പോൾ പിശാച് ഈജിപ്തിൻ്റെ അങ്ങേറ്റത്തേക്ക് പലായനം ചെയ്തു. ദൂതൻ അവനെ ബന്ധിച്ച് മണവറയിൽ ബന്ധിച്ചു. മണവറയിൽ അവർ തനിച്ചായപ്പോൾ തോബിയാസ് എഴുന്നേറ്റ് സാറായോട് പറഞ്ഞു, നമുക്ക് എഴുന്നേറ്റ് കർത്താവിൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഈ വലിയ പീഡയെ അനുഭവിച്ച മകളെ വിവാഹം ചെയ്ത 7 പുരുഷന്മാർ രാത്രിയിൽ തന്നെ കൊല്ലപ്പെട്ട 7 രാത്രികൾ, വലിയ മനോവ്യഥ അനുഭവിച്ച ആ കുടുംബം ഇന്ന് ഈ രാത്രിയിലും ആ മാതാപിതാക്കന്മാർ വലിയ ദണ്ഡനത്തിലാണ്, വലിയ സങ്കടത്തിലാണ്. അവർ വലിയ വേദനയിലും ഈ ചെറുപ്പക്കാരനും മരിക്കുമെന്ന ചിന്തയിൽ വേലക്കാരെ വിളിച്ച് രാത്രിക്ക് തന്നെ കുഴിവെട്ടുവാൻ ഏൽപ്പിക്കുകയും ചെയ്ത ഒരപ്പനാണ്. ആ കുടുംബത്തിലെ അന്ന് പ്രഭാതം വലിയ ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും പ്രഭാതമായിരുന്നു. കാരണം ആ പ്രഭാതത്തിൽ അവർ തൻ്റെ ബന്ധുവായ തോബിയാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തൻ്റെ മകളെ വിവാഹം ചെയ്തിരിക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നറിയാൻ അന്വേഷിച്ച് ചെന്നപ്പോൾ അവൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. എന്താണ് ജീവിക്കാൻ കാരണം? ഈ ചെറുപ്പക്കാരൻ്റെ കൂടെ ദൈവത്തിൻ്റെ ദൂതനുണ്ട്. ആ ദൂതൻ്റെ വാക്ക് കേട്ട് ചെറുപ്പക്കാരൻ അനുഗ്രഹം പ്രാപിക്കുകയാണ്. ദൂതൻ്റെ വാക്കനുസരിക്കുന്നു, അപ്പൻ്റെ വാക്കനുസരിക്കുന്നു. ഇവൻ പ്രാർത്ഥിക്കുകയാണ് വിവാഹത്തിന് ശേഷം. അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്നവൻ പ്രാർത്ഥിക്കുകയാണ്. നീ എനിക്ക് ഭാര്യയെ തന്നത് ജഡികമായ അഭിലാഷത്തിനല്ല, മറിച്ച് പ്രേമത്താലാണ്, നിഷ്കളങ്കമായ പ്രേമത്തിനു വേണ്ടിയാണ് ഞാനിവളെ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ്. വാർദ്ധക്യത്തിലെത്തുന്നവരെ അവിടുന്ന് അനുഗ്രഹിക്കണം, കൂടെ ഉണ്ടായിരിക്കണം എന്ന് പറയുകയും രണ്ടുപേരും പ്രാർത്ഥിച്ച് ആമേൻ പറയുകയും ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ദൈവത്തിൻ്റെ മഹത്വത്തിനായി, ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിനായി സമർപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവർ, ഇത് കേൾക്കുന്ന ദൈവജനമേ, സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഇവിടെ നിർത്തുമ്പോൾ, ഈ ഭൂതം കയറിയിരുന്ന, പിശാച് കയറിയിരുന്ന ഈ മകളും ആ കുടുംബവും സംരക്ഷിക്കപ്പെട്ടത് എങ്ങനെയെന്നോ പ്രാർത്ഥനയുടെ ശക്തിയാൽ, ദൈവവചനത്തിൻ്റെ അനുസരണത്താൽ ആ കുടുംബത്തിന് ഉണ്ടായ എല്ലാ നിന്ദകളും നീക്കപ്പെടുകയും ദൈവത്തിൽ അവർ അടിയുറച്ച് വിശ്വസിക്കുകയും നന്മ ചെയ്തിട്ട് തിന്മയുണ്ടായപ്പോൾ പോലും തൻ്റെ മകനെ ദൈവത്തിൽ നിന്ന് ഒരു കാരണവശാലും അകന്നു പോകരുത് എന്ന് പഠിപ്പിച്ച പിതാവിൻ്റെ വിശ്വാസ തീഷ്ണതയുമാണ്, പ്രിയമുള്ളവരെ, ഈ കുടുംബത്തിലേക്ക് നന്മ എത്തിച്ചേർന്നെന്നുള്ള തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, എന്തെല്ലാം പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായാലും നന്മ ചെയ്യുവാനും ദാനധർമ്മങ്ങൾ ചെയ്യുവാനും സഹോദരങ്ങളെ സ്നേഹിക്കുവാനും ദരിദ്രരെ സംരക്ഷിക്കുവാനും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉണ്ടായിട്ടല്ല, ഞങ്ങളുടെ ദാരിദ്ര്യത്തിൽ നിന്ന് പങ്കുവെക്കുവാൻ, ഞങ്ങളുടെ ഇല്ലായ്മയിൽ നിന്ന് പങ്കുവെക്കുവാൻ കൃപ നൽകണമേ. തോബിത് എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ മകൻ തോബിയാസിനെ ദൈവത്തോട് ചേർന്ന് ജീവിക്കേണ്ടതിൻ്റെ ഉപദേശം കൊടുത്തതുപോലെ ഞങ്ങളുടെ മക്കൾക്ക് ദൈവത്തോട് ചേർന്ന് ജീവിക്കേണ്ടതിൻ്റെ ഉപദേശം കൊടുക്കുവാൻ ഞങ്ങളുടെ ദാരിദ്ര്യത്തിലും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തെറ്റിപ്പോകുന്ന എല്ലാവരെയും തിരിക്കണമേ, തിരികെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ കേട്ട് തിരുന്നരുമാറാകണമേ. ആമേൻ.